ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ചാനലിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതോടെ പോയി കാണണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത കുറച്ച് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. എനിക്ക് പണ്ട് മുതലേ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഈ പെയിൻറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ക്യാൻവാസിലല്ല, ഇത് ക്ലോത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് പഴയ ക്ലോക്കിൻ്റെ ഫ്രെയിമും അതേപോലെ പഴയ ഫോട്ടോസിൻ്റെയൊക്കെ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബട്ടർഫ്ലൈ മാർക്കർ പെൻ യൂസ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പ്രിൻ്ററിൻ്റെ ഇങ്കാണ്. യൂസ് ഇല്ലാത്ത പ്രിൻ്ററിൻ്റെ ഇങ്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി പഴയ നെയിൽ പോളിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയർ ക്ലോത്തിൽ ചെയ്ത പെയിൻറ്റിങ്സ് ആണ്. ഇതൊക്കെ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്ത് വരച്ച പെയിൻറ്റിങ്സ് ആണ്. ഗൂഗിൾ നോക്കിയെടുത്ത പിക്ചേഴ്സാണിത്. ഇത് ഞാൻ എൻ്റെ റൂമിൽ വരച്ച പിക്ചറാണ്. ഇത് ഐലൈനർ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് പെയിൻറ്റിങ്സ് ഒക്കെ ഞാനൊരു 10-15 വർഷം മുന്നേ ചെയ്തതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സിബിഷനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയതാണ് ഈ പെയിൻറ്റിങ്സ് ഒക്കെ. സീഷെല്ലും അതേപോലെ പിസ്താഷെല്ലും ഒക്കെ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ കുറേയൊക്കെ പോയിട്ടുമുണ്ട്. ഇത് ഞാൻ പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്ന കണ്ടപ്പം അത് കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ക്രോഷ്യ നെറ്റിൽ വെച്ചിട്ട് യൂസ് ചെയ്തതാണ്. ഇത് ഞാൻ പണ്ട് എക്സിബിഷന് വേണ്ടി ചെയ്തതാണ്. മരത്തിൻ്റെയൊക്കെ വേരിൽ കാണുന്ന ഒരുതരം കോണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോക്കനട്ട് ഷെല്ലും അതേപോലെ ഐസ്ക്രീം കപ്പിൻ്റെ അടപ്പും വെച്ചിട്ടാണ്. അതിലെ ഫ്ലവേഴ്സ് അടയ്ക്ക വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടയ്ക്കത്തോട് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ കുരുവാണ് അതിലെ മുട്ടയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ആ ഏലയ്ക്ക വരെ യൂസ് ചെയ്തിരിക്കുന്നത് പീച്ചിങ്ങയുടെ തോടാണ്. ഇത് കോക്കനട്ട് ഷെല്ലും സീഡിയും വെച്ചുണ്ടാക്കിയതാണ് ഈ ഡ്രമ്മ്. ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് തെർമോക്കോൾ, അതുപോലെ തേക്കിൻ്റെ പൂവ്, പിന്നെ ടേപ്പ്, ഇതെല്ലാം വെച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത്. ഇത് ഐസ്ക്രീം ബോളും എക്സെല്ലും വെച്ചുണ്ടാക്കിയതാണ്. ഇത് കാർഡ്ബോർഡും ബാങ്കിളും യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ വൂളൻ നൂല് ചുറ്റിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയുള്ളത് കാർഡ്ബോർഡിൽ പിസ്താഷ്യൽ ഒട്ടിച്ചിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ലവ് ആണെങ്കിലും മയിലിൻ്റെ ആണെങ്കിലും ഇതെല്ലാം അങ്ങനെ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.